ഇന്ന് ഞാനൊരു മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായി ഞാനിവിടെ 1/2 കിലോനുള്ള മീനാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം മുളകൊക്കെ പുരട്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായി 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ലെമൺ ജ്യൂസ്. ഇതൊക്കെ മിക്സാക്കി ഉപ്പും കൂടെ ഇട്ട് ഇവിടെ മീൻ മുളക് ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ചൂടായ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായി ചൂടായതിന് ശേഷം മുളകൊക്കെ പുരട്ടി വെച്ച മീൻ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനു വേണ്ടി ഒരു മസാല തയ്യാറാക്കിയെടുക്കണം. അതിനായി നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലിൽ ഒരു 200-250 ഗ്രാം ചെറിയ ഉള്ളി ഇട്ട് നന്നായി വഴറ്റുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് മിക്സ് ആക്കുക. അതിൻ്റെ 2 പച്ചമുളകും കൂടി ഇട്ട് നന്നായി മിക്സ് ആക്കുക. ഇനി ഇതിൽ പൊടികൾ ചേർക്കണം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇവയൊക്കെ ഇട്ട് നന്നായി മിക്സ് ആക്കുക. പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിയും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നന്നായി മിക്സാക്കി അടച്ചു വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിവിടെ നന്നായി വഴന്നിട്ടുണ്ട്. ഇനി ഒരു വാഴയിലയിൽ തയ്യാറാക്കി വെച്ച ഗ്രേവി ഇട്ട് കൊടുക്കുക. വാഴയില വാട്ടിയെടുക്കണം. അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത ഫിഷ് വെച്ച് കൊടുക്കുക. ബാക്കിയുള്ള മസാലയും ഇതിൻ്റെ മുകളിൽ വെച്ച് കവർ ചെയ്ത് ചൂടായ പാനിൽ മൂടി വെച്ച് പൊള്ളിച്ചെടുക്കണം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.